സഹായത്തിന് കാത്തുനിൽക്കാതെ പ്രബീഷ് യാത്രയായി. 2 ആഴ്ച മുൻപാണ് ഇരിങ്ങാവൂർ മീശപ്പടിക്ക് സമീപം മൈനങ്ങാടിയിൽ താമസിക്കുന്ന തൊട്ടിപ്പറമ്പിൽ പ്രബീഷ് എന്ന 28-കാരന് മഞ്ഞപ്പിത്തം ബാധിച്ചത്. തുടർന്ന് പനിയും ഛർദിയും മൂർച്ഛിച്ചതോടെ തിരൂരിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം കരളിനെ ബാധിച്ചതിനാൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കരൾ മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും 40 ലക്ഷം രൂപ ഇതിനായി ചെലവ് വരുമെന്നും അധികൃതർ അറിയിച്ചു. കുടുംബത്തിലെ അംഗം കരൾ നൽകാൻ തയ്യാറായെങ്കിലും കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന പ്രബീഷിന്റെ കുടുംബത്തിന് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ വഴിയില്ലാതായി. ഇതോടെ നന്മ നിറഞ്ഞ വാണിയന്നൂർ മഹല്ല് കമ്മിറ്റി മുന്നിട്ടിറങ്ങുകയും വാണിയന്നൂർ മദ്രസയിൽ വെച്ച് ക്ഷേത്ര കമ്മിറ്റികൾ ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. എന്നാൽ അതിനൊന്നും കാത്തുനിൽക്കാതെ തിങ്കളാഴ്ച ഉച്ചയോടെ പ്രബീഷ് യാത്രയായി. അച്ഛൻ അപ്പു എന്ന പ്രഭാകരൻ, അമ്മ സാവിത്രി, സഹോദരി സ്നേഹ. ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്.